ക്ലാസ്സസ്. അപ്പോൾ അതാ നമ്മുടെ +2 കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ബാറ്ററീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് എടുക്കുകയാണ് മിസ്. സോ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ CUETയുടെ എൻട്രൻസ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ടോപ്പിക്കാണ് നമ്മുടെ ബാറ്ററീസ് എന്ന് പറയുന്നത് അല്ലെ. സോ ബാറ്ററികൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ബേസിക്കലി ഗാൽവനിക് സെല്ലുകളാണ്. ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇലക്ട്രോ കെമിക്കൽ സെൽ, ഗാൽവനിക് സെൽ അഥവാ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അപ്പൊ ഈ സെല്ലിന്റെ പ്രത്യേകത എന്താ മക്കളെ? യെസ്, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യും അല്ലെ. സോ കെമിക്കൽ എനർജി ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഇനി ബാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ മക്കളെ. ബാറ്ററീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ബാറ്ററീസ് ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പൊ എന്താണ് പ്രൈമറി? അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സെക്കൻഡറി ബാറ്ററി എന്താ? അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാ? ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയുക തന്നെ വേണം എക്സാമിന്. ഓക്കെ, സോ പ്രൈമറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സെൽസ് ആർ ബാറ്ററീസ് ദാറ്റ് ക്യാൻ നോട്ട് ബി റീചാർജ്ഡ് ഓർ റീയൂസ്ഡ്. നമുക്ക് വീണ്ടും വീണ്ടും റീചാർജ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററീസിനെയാണ് പ്രൈമറി ബാറ്ററി എന്ന് പറയാം. ഒറ്റ തവണയെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, സിംഗിൾ യൂസ് ഓൺലി അല്ലെ. സോ അതാണ് പ്രൈമറി ബാറ്ററീസ്. സോ പ്രൈമറി ബാറ്ററിയിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തായിരിക്കും? നമുക്ക് ഒറ്റ തവണയല്ലേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് അതിൽ നടക്കുക. ഓക്കെ, ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വൺസ്. ഒറ്റ തവണ യൂസേ ഉള്ളൂ. ആൻഡ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ ഡിവൈസസ്. പോർട്ടബിൾ ഡിവൈസസുകളായിട്ടുള്ള നമ്മുടെ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, ക്ലോക്ക് ആയിക്കോട്ടെ, അതിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് പ്രൈമറി ബാറ്ററി. Okay, and it is used for long term storage of power. And example ആണ് ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചേ സെൽ എന്ന് വിളിക്കാം. ഡ്രൈ സെൽ ഓർ ലെക്ലാഞ്ചേ സെല്ല്, മെർക്കുറി സെല്ല്. മെർക്കുറി സെല്ലാണ് നമ്മുടെ ഈ വാച്ചിലൊക്കെ ഉള്ള അല്ലെ ബാറ്ററി, ബട്ടൺസ് പോലെയുള്ള ബാറ്ററി അല്ലേ, അതാണ് മെർക്കുറി സെല്ല്. സോ ഇതൊക്കെ നമ്മുടെ പ്രൈമറി ബാറ്ററീസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇതാ നോക്കിയാൽ നമ്മുടെ വലിയ ഉണ്ട പോലത്തെ ബാറ്ററി നിങ്ങൾ വലിയ ക്ലോക്കിലൊക്കെ കാണും അല്ലേ. ഇതാണ് നമ്മുടെ ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചേ സെൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ ഈ ഡ്രൈ സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാർബൺ റോഡ് അല്ലെ, കാർബൺ റോഡാണ് നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുക, കാർബൺ റോഡ്. പിന്നെ സിങ്ക് കപ്പ്, ഒരു സിങ്ക് കപ്പാണ് നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഇവിടത്തെ കാഥോഡ് കാർബൺ റോഡും ആനോഡ് ഒരു സിങ്ക് കപ്പുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചേ സെൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് മിസ് പറഞ്ഞു തരാം. ഇതിലെ ആനോഡ് ഏതാണ്? ഇപ്പൊ നമ്മൾ പഠിച്ചു എ സിങ്ക് കണ്ടെയ്നർ ആണ്. ഇനി ഇതിന്റെ കാഥോഡ് ഏതാണെന്ന് മനസ്സിലാക്കണം. കാഥോഡ് ഏത് തന്നെയാ? കാർബൺ ആണ് അല്ലെ, കാർബൺ റോഡാണ്. കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ MnO2 അല്ലെ. അപ്പൊ MnO2 മാംഗനീസ് ഡയോക്സൈഡ് വെച്ച് സറൗണ്ട് ചെയ്തിട്ടുള്ള കാർബൺ റോഡാണ് കാഥോഡ്. ആനോഡോ? ആനോഡ് ഒരു സിങ്ക് കണ്ടെയ്നർ ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ്, അതായത് ഒരു നനവുള്ള അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ്. അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ആണ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ നമുക്ക് ആനോഡ് അറിയണം, കാഥോഡ് അറിയണം, ഇലക്ട്രോലൈറ്റ് അറിയണം. അതേപോലെ തന്നെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ മക്കളെ, സെൽ പൊട്ടൻഷ്യൽ എത്രയാണ്? 1.5 വോൾട്ട്. അപ്പൊ ഡ്രൈ സെൽ അല്ലെങ്കിൽ ലെക്ലാഞ്ചേ സെല്ലിൽ 1.5 വോൾട്ട് ആണ് ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നോക്കിക്കേ, ആനോഡ് റിയാക്ഷൻ. ആനോഡ് എന്ന് പറഞ്ഞാൽ സിങ്ക. സോ സിങ്കിന് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് സംഭവിക്കുക അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുക സിങ്ക് ഗീവ്സ് സിങ്ക് 2++2 ഇലക്ട്രോൺ. ഇതാണ് നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇനി കാഥോഡിൽ എന്താ നടക്കുക? കാഥോഡിലെ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു ആനോഡിലെ റിയാക്ഷൻ മക്കൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാഥോഡിലെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ഇനി അടുത്തത് മെർക്കുറി സെല്ല്. മെർക്കുറി സെല്ലാണ് നമ്മൾ ഈ വാച്ചിലൊക്കെ കാണുന്ന കുഞ്ഞി ബട്ടൺസ് പോലത്തെ ബാറ്ററിയിലെ, അതാണ് മെർക്കുറി സെല്ല് കേട്ടോ. മെർക്കുറി സെല്ലിന്റെ പ്രത്യേകത എന്താണ്? ലോ കറന്റ് ഡിവൈസുകൾ, നമ്മുടെ ഹിയറിംഗ് എയ്ഡുകള്, വാച്ചുകള്, ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് മെർക്കുറി അമാൽഗം. സിങ്ക് മെർക്കുറി അമാൽഗമാണ് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോലൈറ്റ് എന്താ മക്കളെ? എ പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെയും സിങ്ക് ഓക്സൈഡിന്റെയും ഒരു പേസ്റ്റ്, അതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ആൻഡ് കാഥോഡോ?
എ പേസ്റ്റ് ഓഫ് മെർക്കുറി ഓക്സൈഡ് ആൻഡ് കാർബൺ. ഇതാണ് നമ്മുടെ കാഥോഡ് കേട്ടോ, കാഥോഡ്. ആൻഡ് സെൽ പൊട്ടൻഷ്യൽ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറി സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ 1.35 വോൾട്ട്, 1.35 വോൾട്ട് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡറി ബാറ്ററീസ്. പ്രൈമറി കഴിഞ്ഞു, പ്രൈമറി നമുക്ക് അറിയാം ഒറ്റ യൂസേ ഉള്ളൂ. അപ്പൊ സെക്കൻഡറി ബാറ്ററീസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് റീചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസിനെയാണ് മക്കളെ നമ്മൾ സെക്കൻഡറി ബാറ്ററീസ് എന്ന് വിളിക്കാം, അല്ലെ? ക്യാൻ ബി റീചാർജഡ് ആൻഡ് റീയൂസ്ഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നടക്കുക റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് നടക്കുക. ക്യാൻ ബി യൂസ്ഡ് മോർ ദാൻ വൺസ്, ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ചാർജ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമൊബൈലുകളിലും ഇൻവെർട്ടറുകളിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും, അല്ലെ? ഓട്ടോമൊബൈൽസിലും ഇൻവെർട്ടേഴ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ പെട്ടി പോലത്തെയൊക്കെ ബാറ്ററീസ് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? സോ അതാണ് നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അതുപോലെ നിക്കൽ കാഡ്മിയം സെല്ല്. ഇതൊക്കെ സെക്കൻഡറി ബാറ്ററിക്ക് എക്സാമ്പിൾ ആണ്. ഏതൊക്കെ മക്കളെ? ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആൻഡ് നിക്കൽ കാഡ്മിയം സെല്ല്. മറക്കരുത് കേട്ടോ, ഇത് നമ്മുടെ സെക്കൻഡറി ബാറ്ററി ആണ്. ഓക്കെ, ഇനി ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ തന്നെ കുറച്ച് പോയിന്റ്സ് മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്, ഇങ്ങനെ ഒരു പെട്ടി പോലത്തെ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? ഓട്ടോമൊബൈൽസിലൊക്കെ ഇൻവെർട്ടറുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇനി അതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതിൽ ആനോഡ് ഏത് കാഥോഡ് ഏത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? ലെഡിനെയാണ്. ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ലെഡിനെയാണ്. ആൻഡ് കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്തിനെയാണ്? കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഒരു ഗ്രിഡ്, അതായത് ഇങ്ങനെ കള്ളി പോലെ, മെറ്റലിന്റെ കള്ളി പോലെ, അതിനാണ് ഗ്രിഡ് എന്ന് പറയാം. സോ എ ഗ്രിഡ് ഓഫ് ലെഡ്, ലെഡിന്റെ തന്നെ ഒരു ഗ്രിഡ് നമ്മൾ യൂസ് ചെയ്യും. എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്, അതാണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത്. ആനോഡ് ലെഡ് ആണ്, ആൻഡ് കാഥോഡ് എന്താ? എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത്, അതിനുള്ളിൽ ലെഡ് ഡയോക്സൈഡ് പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെഡ് ആനോഡ് ആൻഡ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആസ് കാഥോഡ്. ഓക്കെ, റെഡി? ഇനി ഇതിലെ ഇലക്ട്രോലൈറ്റ് ഏതാ? മറക്കരുത്, ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ്. 38% ആണ് കേട്ടോ, 38% സൾഫ്യൂരിക് ആസിഡ് ആണ് ഇതിലെ ഇലക്ട്രോലൈറ്റ്. അതും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി നിക്കൽ കാഡ്മിയം സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി സെല്ലാണ്, which has longer life than lead storage cell. lead storage ബാറ്ററിനേക്കാളും കുറച്ചും കൂടെ ലോങ്ങർ ലൈഫ് ഉള്ളതാണ് നിക്കൽ കാഡ്മിയം സെല്ല്. പക്ഷെ എക്സ്പെൻസീവ് ആണ്, കുറച്ച് വില കൂടുതലാണ്. ഓക്കെ, നോക്കിക്കേ, ബട്ട് മോർ എക്സ്പെൻസീവ് ടു മാനുഫാക്ചർ. അത്രയേ ഉള്ളൂ നിക്കൽ കാഡ്മിയം സെല്ല്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചെയ്താലോ? യെസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിങ്ക് ഗീവ്സ് zinc 2++2 electron. Above reaction at anode is found in. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. Zinc gives zinc 2++2 electron. ആനോഡിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ഏത് ഇതിലാണ് നിങ്ങൾ കണ്ടത് മക്കളെ? ലെക്ലാഞ്ചെ സെല്ലിലാണോ, മെർക്കുറി സെല്ലിലാണോ, നിക്കൽ കാഡ്മിയം സെല്ലിലാണോ, ഫ്യൂവൽ സെല്ലിലാണോ? ഈസി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഇപ്പൊ കണ്ടേ ഉള്ളൂ അല്ലെ. സോ ഈ ഒരു ആനോഡ് റിയാക്ഷൻ നടക്കുന്നത് നമ്മുടെ സ്വന്തം ലെക്ലാഞ്ചെ സെല്ലിലാണ് അല്ലെ. ലെക്ലാഞ്ചെ സെല്ലിലാണ് നടക്കുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഇലക്ട്രോ കെമിക്കൽ സെൽസ്. സിങ്ക് 2+, കോപ്പർ 2+, കോപ്പർ. അപ്പോൾ ഒരു സെല്ല് നമുക്ക് തന്നിട്ടുണ്ട്, സിങ്ക് Zn2+, സോൾട്ട് ബ്രിഡ്ജ്, കോപ്പർ 2+, കോപ്പർ. അടുത്ത സെല്ല് തന്നിട്ടുണ്ട് Fe2+, സോൾട്ട് ബ്രിഡ്ജ്, കോപ്പർ 2+, കോപ്പർ. അപ്പൊ രണ്ട് സെൽസ് തന്നിട്ടുണ്ട്, കണക്റ്റഡ് ഇൻ സീരീസ്. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. വാട്ട് വിൽ ബി ദ നെറ്റ് EMF ഓഫ് ദ സെൽ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്? അപ്പൊ നെറ്റ് EMF ആണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ EMF എത്രയാണ്? സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇത് ആനോഡാണ് അല്ലെ. ഇപ്പൊ ഇങ്ങനെ ഒരു സെൽ റെപ്രസെന്റേഷൻ തന്നാൽ ഇതിൽ ഫസ്റ്റ് കിടക്കുന്നത് ആനോഡും രണ്ടാമത്തവൻ കാഥോഡുമാണ് അല്ലെ. ഇവിടെ ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ്. അപ്പൊ നമ്മൾ ഇവരുടെ ഈ സെല്ല് കണ്ടുപിടിക്കണം അല്ലെ. ഓരോ സെല്ലിന്റെയും ആദ്യം നമുക്ക് അതിന്റെ EMF കണ്ടുപിടിക്കണം. സോ ഫസ്റ്റിന്റെ EMF എങ്ങനെ കണ്ടുപിടിക്കുക? ഈ സെല്ല്
ഈസ് ഈക്വൽ ടു അല്ലെ EMF ഓഫ് ദ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് അല്ലെ. കാഥോഡ് മൈനസ് ഈ ആനോഡ് ചെയ്താൽ മതി. അതായത് കാഥോഡിന്റെ EMFൽ നിന്ന് പൊട്ടൻഷ്യലിൽ നിന്ന് ആനോഡിന്റെ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്താൽ മതി അല്ലെ. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഇതാണ് നമ്മുടെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ ഇവിടെ ഈ സെൽ എത്രയായിരിക്കും? ഓക്കെ, സോ ആദ്യത്തെ കേസിൽ ഈ സെൽ എത്രയായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ നോക്കുക. കാഥോഡിന്റെ പൊട്ടൻഷ്യൽ 0.34 ആണ്. മൈനസ് ആനോഡിന്റെ പൊട്ടൻഷ്യൽ -0.76 ആണ്. -0.76 ആണ്. ഓക്കെ, ആൻഡ് ഇവിടത്തെ നോക്കിക്കേ, ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇത് ആനോഡ്, ഇത് കാഥോഡ് അല്ലെ. സോ കാഥോഡിന്റെ എത്രയാ? കാഥോഡിന്റെ വരുന്നത് 0.34 മൈനസ് ആനോഡിന്റെ എത്രയാ? ആനോഡ് എന്ന് പറഞ്ഞാൽ അയൺ അല്ലേ. ദാറ്റ് ഇസ് -0.41 ആണ് അല്ലെ. സോ -0.41. അപ്പൊ ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ആദ്യത്തെ എത്ര വരിക? -0.34 മൈനസ് 0.76 വന്നു. സോ നമുക്ക് 1.1 വോൾട്ട് എന്ന് കിട്ടും. 1.1 വോൾട്ട്. ആൻഡ് ഹിയർ ഓൾസോ 0.34, 0.41, 0.75 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. ഇനി നെറ്റ് EMF ആണ് നമുക്ക് വേണ്ടത്. നെറ്റ് EMF. ഓക്കെ, സോ നെറ്റ് EMF കാണാൻ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. സോ 1.1 പ്ലസ് 0.75 എത്ര മക്കളെ വരിക? 1.1 പ്ലസ് 0.75 ചെയ്യുക. സോ 1.85 വോൾട്ട് അല്ലെ. 1.85 വോൾട്ട് എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ഓക്കറിംഗ് അറ്റ് കാഥോഡ് ഈസ്. കാഥോഡിൽ നടക്കുന്ന അല്ലെ, റിയാക്ഷൻ ഓക്കറിംഗ് അറ്റ് കാഥോഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതാണ് മെർക്കുറി ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗീസ് മെർക്കുറി പ്ലസ് 2OH മൈനസ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് സെല്ലിൽ നടക്കുന്നതാ? മെർക്കുറി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്? മെർക്കുറി സെല്ലില് അല്ലെ. മെർക്കുറി സെല്ലിന്റെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഈ ഒരു റിയാക്ഷൻ മെർക്കുറി സെല്ലിന്റെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം, what will happen during the electrolysis of aqueous solution of copper sulfate by using platinum electrode? അപ്പോൾ നമ്മൾ ഇതാ aqueous solution of copper sulfate എടുക്കുകയാണ്. കോപ്പർ സൾഫേറ്റിന്റെ aqueous solution, കോപ്പർ സൾഫേറ്റിന്റെ aqueous solution, അതിനൊരു നീല കളറാണ് ഉണ്ടാവുക അല്ലെ. കോപ്പർ സൾഫേറ്റിന്റെ aqueous solution എന്ത് കളറാണ് ഉണ്ടാവുക? ഒരു നീല കളറാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡ്, നമ്മുടെ പ്ലാറ്റിനത്തിന്റെ ഇലക്ട്രോഡാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്ലാറ്റിനം ഇലക്ട്രോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ആനോഡ്, ദിസ് ഈസ് ആനോഡ് ആൻഡ് ദിസ് ഈസ് കാഥോഡ്. ആനോഡും കാഥോഡും അല്ലെ. പ്ലാറ്റിനം ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഈ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, ഇത് അയോണുകളായിട്ട് മാറും അല്ലെ. കോപ്പർ എന്താവും? അയോൺ ആയിട്ട് മാറും. കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പൊ കോപ്പർ 2+ SO4 2- അയോൺസ് ആയിട്ട് മാറും. അപ്പൊ സൊല്യൂഷനിൽ നമുക്ക് കോപ്പർ 2+ അയോൺസുകളും SO4 2- അയോൺസുകളായിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താന്ന് നോക്കാം. അറ്റ് ആനോഡ് എന്താണ് നടക്കുക? അറ്റ് കാഥോഡ് എന്താണ് നടക്കുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം കാഥോഡിൽ നടക്കുക റിഡക്ഷനാ. കാഥോഡിൽ നടക്കുക റിഡക്ഷനും ആനോഡിൽ നടക്കുക ഓക്സിഡേഷനുമാണ്
ആനോഡിൽ നടക്കുക ഓക്സിഡേഷൻ ആണ്. ആനോഡിൽ നടക്കുക ഓക്സിഡേഷൻ. നമുക്ക് ആദ്യം കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം അല്ലെ മക്കളെ. കാഥോഡിൽ നടക്കുക റിഡക്ഷൻ ആണ്, അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ നമ്മുടെ സൊല്യൂഷനിൽ എന്തുണ്ട് മക്കളെ? കോപ്പർ 2+ അയോണുകൾ ഉണ്ട്, കോപ്പർ 2+ അയോണുകൾ. അപ്പൊ അവരെന്ത് ചെയ്യും? കോപ്പർ 2+ അയോൺസ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും, 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. എന്നിട്ട് കോപ്പർ ആയിട്ട് ഇലക്ട്രോഡിൽ പോയിട്ട്, ഏതിൽ പോയിട്ട്? കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺസ് 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പർ ആറ്റങ്ങളായിട്ട് നമ്മുടെ കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി ഇവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആനോഡിൽ നടക്കുന്നത് നമ്മുടെ സൊല്യൂഷൻ അക്വ സൊല്യൂഷൻ ആണ്, കോപ്പർ സൾഫേറ്റിന്റെ അക്വ സൊല്യൂഷൻ. അപ്പൊ അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലെ, വെള്ളമുണ്ട്, H2O ഉണ്ട്. ഈ H2O ആനോഡ് ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുക. ഇലക്ട്രോണിന്റെ നഷ്ടപ്പെടും അല്ലെ, ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? ഇവിടെ ഓക്സിജൻ ഗ്യാസ് കിട്ടും, ഓക്സിജന്റെ ഗ്യാസ് കിട്ടും, പ്ലസ് H+ അയോൺസ് പ്രോട്ടോൺസിനെ കിട്ടും, ഒപ്പം നമുക്ക് ഇലക്ട്രോൺസിനെയും കിട്ടും അല്ലെ. ഇതാണ് ആനോഡിൽ നടക്കുക. അപ്പൊ ഇവിടെ നോക്കിയാൽ 2 ഓക്സിജൻ ഇല്ലേ മക്കളെ? 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇവിടെയും 2 ഓക്സിജൻ വേണം. റൈറ്റിൽ എത്ര ഓക്സിജൻ ഉണ്ടോ അത്ര തന്നെ ലെഫ്റ്റിൽ വേണം. ഇപ്പൊ 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ എന്തായി? 2 2 4 ഹൈഡ്രജൻ ആയി. അപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ 4 ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. അപ്പൊ 4 H+ ഉണ്ടെങ്കിൽ അവിടെ 4 ഇലക്ട്രോണും ഇടണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഒബ്സർവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കോപ്പർ 2+ അയോണുകളാണ് നമ്മുടെ സൊല്യൂഷന് ബ്ലൂ കളർ കൊടുക്കുക, നീല കളർ കൊടുക്കുക. ഈ കോപ്പർ 2+ അയോൺസാ. അത് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സൊല്യൂഷന്റെ ബ്ലൂ കളർ എന്ത് സംഭവിക്കും? ബ്ലൂ കളർ ഫെയ്ഡ് ആവും അല്ലെ, ബ്ലൂ കളർ ഫെയ്ഡ് ആവും. അതേപോലെ നമ്മുടെ സൊല്യൂഷനില് H+ അയോൺസ് വരുന്നുണ്ട് അല്ലെ. H+ അയോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഒന്ന് അസിഡിക് ആവും. സൊല്യൂഷൻ ബിക്കംസ് അസിഡിക്, സൊല്യൂഷൻ അസിഡിക് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, കോപ്പർ വിൽ ഡെപ്പോസിറ്റ് അറ്റ് കാഥോഡ്. കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാഥോഡിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, വാട്ട് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് എന്തൊക്കെയാണ് സംഭവിക്കുക, അതാണ് ചോദ്യം. അപ്പൊ കോപ്പർ വിൽ ഡെപ്പോസിറ്റ് അറ്റ് കാഥോഡ്, കോപ്പർ കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ആവും. അത് കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോപ്പർ വിൽ ഡെപ്പോസിറ്റ് അറ്റ് ആനോഡ്, അത് റോങ് ആണ്. ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് അറ്റ് ആനോഡ്, ആനോഡില് ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ആനോഡിൽ എന്തുണ്ടാവുന്നുണ്ട്? ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സി കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കോപ്പർ വിൽ ഡിസോൾവ് അറ്റ് ആനോഡ്. കോപ്പർ ആനോഡിൽ പോയിട്ടാണോ ഡിസോൾവ് ആവുക? അല്ല, കോപ്പർ കാഥോഡിന്റെ സൈഡിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ ഇതിൽ ഏതൊക്കെയാ മക്കളെ കറക്റ്റ്? എയും സിയും അല്ലെ, എയും സിയുമാണ് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ ബി, എ ആൻഡ് സി ഓൺലി. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി ഇലക്ട്രോൺസ് ഫ്ലോ വെൻ എ കറന്റ് ഓഫ് 5 ആംപിയർ ഈസ് പാസ്ഡ് ത്രൂ എ മെറ്റൽ ഫോർ 193 സെക്കൻഡ്. ഒരു മെറ്റലിലൂടെ 193 സെക്കൻഡ് ആണ് 5 ആംപിയർ കറന്റ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന കാര്യം എന്തൊക്കെയാ മക്കളെ? കറന്റ് തന്നിട്ടുണ്ട് 5 ആംപിയർ ആണ്, ടൈം തന്നിട്ടുണ്ട് 193 സെക്കൻഡ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ചാർജ് കണ്ടുപിടിക്കാലോ. Q ഈസ് ഈക്വൽ ടു IT അല്ലെ. ചാർജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കറന്റ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. കറന്റ് ഇൻറ്റു ടൈം. ഓക്കെ, സോ 5 ഇൻറ്റു 193 സെക്കൻഡ്സ് ചെയ്യുക. സോ 5 ഇൻറ്റു 193 ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 5 ഇൻറ്റു 193 ചെയ്യുക, 965 കൂളോംസ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ചാർജ് എന്ന് പറയുന്നത്, 965. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ മക്കളെ? 96500 കൂളോംസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 1 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് ആണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 1 മോൾ ഇലക്ട്രോൺസ്, 1 മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ നമ്പർ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലെ. സോ 1 മോൾ ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് ആണ് 96500 എന്ന് പറയുന്നത്. ദിസ് ഈസ് 1 മോൾ ഇലക്ട്രോൺസ്, 1 മോൾ
അതായത് 6.022 ഇൻറ്റു 10⁻23 അല്ലെ. അപ്പൊ അവഗാഡ്രോ നമ്പർ അതായത് 6.022 ഇൻറ്റു 10⁻23 ഇത്രയും ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്ന ചാർജ് ആണ് 96500 എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു കൂളോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? ഒരു കൂളോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇത്രയും ഉണ്ടെങ്കിൽ ഇത്ര അല്ലെ, 96500 എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഒരു കൂളോം എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 96500. ഇതാണ് ഒരു കൂളോം എന്ന് പറയുമ്പോൾ അതിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മുടെ കയ്യിലുള്ളത് എത്രയാ? 965 ആണ് അല്ലെ. ഇത്രയും കൂളോംസ് ആണ് ചാർജ്. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും അല്ലെ? അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് 965 കൂളോം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കൂളോമിന് ഇത്ര, അപ്പൊ 965 എത്രയായിരിക്കും? 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 96500 ഇൻറ്റു 965. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പൊ ഇത് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ 965ഉം 965 വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് കിട്ടുക 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 100 അല്ലെ. 100 എന്ന് കിട്ടും. 100 എന്ന് പറഞ്ഞാൽ എന്താ നോക്കില്ലേ? 10 സ്ക്വയർ അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ഇത് 2. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 10⁻23 മൈനസ് 2 അല്ലെ. 10⁻23 ബൈ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 10⁻23 മൈനസ് 2 ആണ്. ദാറ്റ് ഈസ് 10⁻21. 10⁻21. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ദ ആൻസർ ഈസ് 6.022 ഇൻറ്റു 10⁻21. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ 6.022 ഇൻറ്റു 10⁻21 ഇലക്ട്രോൺസ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? സെറ്റ് ആണോ മക്കളെ? യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ഫോർ ദ ഗിവൻ റിയാക്ഷൻ? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് റിയാക്ഷൻ? സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് Zn2+ പ്ലസ് കോപ്പർ. ഇത് നമുക്ക് അറിയുന്ന നമ്മുടെ ഡാനിയൽ സെല്ലിലൊക്കെ നടക്കുന്ന റിയാക്ഷൻ ആണ് അല്ലെ. അപ്പോ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു? ΔG0 മൈനസ് NF E0 സെല്ലാണ്. മൈനസ് NF E0 സെല്ലാണ്. അപ്പൊ നമുക്ക് N എത്രയാണ് എന്ന് അറിയണം, E0 സെല്ലും എത്രയാണ് എന്ന് അറിയണം. വേണ്ട മക്കളെ? യെസ്, N എത്രയാണെന്ന് അറിയണം, E0 സെല്ലും എത്രയാണെന്ന് അറിയണം. N കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? നമുക്കറിയാം സിങ്ക് ഗീവ്സ് സിങ്ക് 2++ 2 ഇലക്ട്രോൺ. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ അഥവാ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി കാഥോഡിലോ? കോപ്പർ 2++ 2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ സിങ്ക് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് സിങ്ക് 2++ കോപ്പർ. ഓക്കെ, സോ ഇവിടെ എത്ര ഇലക്ട്രോൺസ് മക്കളെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്? സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുക്കുന്നു, കോപ്പർ 2+ ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ 2 ഇലക്ട്രോൺസിന്റെ ഇടപാടാണ് നടക്കുന്നത് അല്ലെ. സോ ഇവിടത്തെ N എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. N എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. E0 സെല്ല് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. സോ ഇതിൽ കാഥോഡ് ഏതാ? സിങ്ക് ആണ് നമ്മുടെ ആനോഡ്, കോപ്പർ ആണ് നമ്മുടെ കാഥോഡ് അല്ലെ. സോ സിങ്ക് നമ്മുടെ ആനോഡ്, ഇത് ആനോഡ്. ആനോഡ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, കാഥോഡ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ആനോഡ് മൈനസ് കാഥോഡ് മൈനസ് ആനോഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് പ്ലസ് 0.34 പ്ലസ് 0.34 മൈനസ്, ഇനി ആനോഡിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുള്ളത് മൈനസ് 0.76 ആണ് അല്ലെ. മൈനസ് 0.76 ആണ്. മൈനസ് 0.76. ഓക്കെ, സോ 0.34 0.76 1.1. സോ 1.1 വോൾട്ട് അല്ലെ.
യെസ്. അപ്പൊ 1.1 വോൾട്ട് നമുക്ക് E0 സെല്ല് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെല്ലാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി 2 ആണ്. ആൻഡ് എഫ് ഫാരഡേസ് കോൺസ്റ്റന്റ് 96500 കൂളോം പെർ മോൾ ആണ്. ഇൻറ്റു E0 സെൽ 1.1 വോൾട്ട് ആണ്. ഓക്കെ, സോ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി -2 ഇൻറ്റു 96 -2 ഇൻറ്റു 96500 ഇൻറ്റു 1.1. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്ക് ജൂളിലാണ് കിട്ടുക. ഞാൻ കിലോ ജൂളിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കിട്ടുന്ന ആൻസറിനെ കിലോ ജൂളിലേക്ക് മാറ്റാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ -212.3 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ, -212.3 കിലോ ജൂൾ പെർ മോൾ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ഈസി അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. -NF E0 സെൽ. ഇപ്പൊ തന്നെ പഠിക്കുക, -NF E0 സെൽ. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. When a lead storage battery is recharged, lead storage battery റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ lead storage battery റീചാർജ് ചെയ്ത് എന്താ സംഭവിക്കുക? നമുക്കറിയാം lead storage ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽസിലും ഇൻവെർട്ടറിലും ഒക്കെയാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അതില് ലെഡ് ആക്ട് ആസ് ആനോഡ് അല്ലെ, ലെഡ് ആണ് ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് കാഥോഡ് ഏതാ മക്കളെ? എ ഗ്രിഡ് ഓഫ് ലെഡ് അല്ലെ, എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. ഇതാണ് നമ്മുടെ കാഥോഡ്. അല്ലെ. അപ്പൊ ആനോഡ് ഏതാന്ന് നമുക്കറിയാം, കാഥോഡ് ഏതാന്ന് നമുക്കറിയാം. ഇനി അതില് സൾഫ്യൂരിക് ആസിഡ് 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്തോ. ഈ ഒരു സെല്ലിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ സെല്ലിൽ കുറച്ച് എമൗണ്ട് സൾഫ്യൂരിക് ആസിഡ് ആഫ്റ്റർ റിയാക്ഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്മോൾ എമൗണ്ട് സൾഫ്യൂരിക് ആസിഡ് ഈസ് generated ആഫ്റ്റർ റിയാക്ഷൻ അല്ലെ. സോ ആഫ്റ്റർ റിയാക്ഷൻ കുറച്ച് എമൗണ്ട് സൾഫ്യൂരിക് ആസിഡ് ഈ ഒരു സെല്ലില് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. ലെഡ് ആക്ട് ആസ് കാഥോഡ് കറക്റ്റ് ആണോ മക്കളെ? അല്ല, ലെഡ് ആനോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ലെഡ് ഡയോക്സൈഡ് ആക്ട് ആസ് ആനോഡ്, തെറ്റാണ്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അത് കറക്റ്റ് ആണ് അല്ലെ. കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട് സെല്ലില്. ആൻഡ് 38% അമോണിയം ക്ലോറൈഡ് ആണോ യൂസ് ചെയ്യുന്നത്? അല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ തെറ്റാണ്. ലെഡ് സ്റ്റോറേജ് സെൽ ഹാസ് എ ലോങ്ങർ ലൈഫ് ദാൻ നിക്കൽ കാഡ്മിയം സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ലിനേക്കാൾ ഭീകരനാണോ ലെഡ് സ്റ്റോറേജ്? അതിനേക്കാൾ ലൈഫ് ഉണ്ടോ? അതിനേക്കാൾ ലൈഫ് ഇല്ല അല്ലെ. അപ്പൊ ഇതും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ഡി അല്ലെ, അതുമാണ്. when a lead storage battery is recharged 38% സൾഫ്യൂരിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. സോ ഓപ്ഷൻ സി ഓൺലി, സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൂൾറേഷ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയൺ ഈസ് അപ്ലിക്കബിൾ ടു. സോ കൂൾറേഷസ് ലോ നമുക്കറിയാം, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് കൂൾറേഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയൺ അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ലോ പറയുന്ന കാര്യം? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് ഏത് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും അവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കൂൾറേഷസ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലെ. ഫോർ എക്സാമ്പിൾ മക്കളെ നോക്കിക്കോ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl λ0m. ദിസ് ഈസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ്. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യാം? ഇതിലുള്ള ഇൻഡിവിജ്വൽ അയോൺസുകൾ എടുക്കുക. ഏതൊക്കെയാ? NaCl ഉള്ള ഇൻഡിവിജ്വൽ അയോൺസ് ഏതൊക്കെയാ? NaCl, Na പ്ലസും Cl മൈനസും ആണ്. ഇതാണ് ഇൻഡിവിജ്വൽ അയോൺസ്. ഇവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മായിരിക്കും നമ്മുടെ NaClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അത്രയേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു λ0m Na പ്ലസ് λ0m Cl മൈനസ്. അതായത്
നമുക്കിപ്പോൾ ഏത് ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ആയിക്കോട്ടെ വീക്ക് ആയിക്കോട്ടെ അവരുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ അയോൺസിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ആയിരിക്കും അല്ലെ, സം ആയിരിക്കും. അതാണ് നമ്മുടെ കൂൾറേഷ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ only to weak electrolyte at a certain concentration. weak electrolyte മാത്രമാണോ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക? അല്ല. അപ്പൊ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. only to strong electrolyte, no അല്ലെ, to both the strong and weak electrolyte, അതാണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ. സോ ഇനി അടുത്തതായിട്ട് നമ്മുടെ CUT എക്സാമിന് വരുന്ന അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വീണ്ടും വരാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.